ധന്യ, സിന്ധു നദീജല കരാർ അത് നിർത്തലാക്കിയതടക്കം അല്ലെങ്കിൽ പാകിസ്ഥാന് വെള്ളം തടഞ്ഞു വെച്ച ആ നടപടി അടക്കം പുനഃപരിശോധിക്കാവുന്ന തരത്തിൽ ഇന്ത്യ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്ത്യ പറയുന്നത് ജലമാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം, അതാണല്ലോ നിങ്ങൾ രാജ്യങ്ങളുടെ മുന്നിൽ ചെന്ന് തെണ്ടുന്നത്. ഇന്ത്യ ജലം പിടിച്ചു വെച്ചേക്കുന്നു, വെള്ളം തരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. ഇപ്പൊ ചൈന പെട്ടെന്ന് പാകിസ്ഥാനിലൊരു എന്താ പറയുക ഡാമൊക്കെ കെട്ടുന്നത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദ്രുതഗതിയിലൊക്കെ ആക്കുന്നുണ്ട്. ഈ ഇടയ്ക്കൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. മെയ്ഡ് ഇൻ ചൈനയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇവന്മാർക്ക് ഡ്രോൺ കൊടുത്ത് പടക്കം കൊടുത്ത് പറ്റിച്ചവന്മാരാണ് അവന്മാർ. അപ്പൊ ഈ അണക്കെട്ടെന്നൊക്കെ പറഞ്ഞ എന്താണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്താ ഇവന്മാർ അണക്കെട്ട് കെട്ടുന്നത് ചിലപ്പോൾ പാകിസ്ഥാനെ തന്നെ തീർക്കാനായിരിക്കും. വെള്ളം മുഴുവൻ തുറന്നു വിട്ട് ആ രാജ്യത്തെ തന്നെ മുച്ചൂട് മുടിക്കാനായിരിക്കും. അതും വിശ്വസിക്കാൻ പറ്റില്ല, ചൈന ആയതുകൊണ്ട്. എന്തായാലും ഇന്ത്യയോട് പറയുന്നു, കർഷകരുണ്ട്, ഞങ്ങൾക്ക് സാധാരണക്കാരുണ്ട്, കുട്ടികളുണ്ട്, അപ്പോ വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. ഇനി നിങ്ങളുമായിട്ട് ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഈ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയത് പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരണം. നിങ്ങൾ വെള്ളം തരാതിരുന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ഈ അഫ്ഗാനിസ്ഥാൻ വഴി ഒരു അണക്കെട്ട് വഴി പാകിസ്ഥാന് വെള്ളം പോകുന്നുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ചകടയായതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്നും വെള്ളം കൊടുക്കുന്നില്ല. അപ്പൊ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഏതാണ്ട് 9ഓളം ഡാമുകൾ ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ മൊത്തത്തിൽ ഈ നമ്മൾ പറയില്ല അടപടലം തേഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഒരു സന്ദേശം കൈമാറി, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളുമായിട്ട്, ഞങ്ങൾ വെള്ളം തരാം, പക്ഷേ വെള്ളം തരുന്നതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ വെള്ളം തരുന്നതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ വച്ചേക്കുന്ന ഡിമാൻഡുകൾ, ഇന്ത്യയിലേക്ക് നിങ്ങൾ ഇനി ഭീകരവാദികളെ വിട്ട് ഇന്ത്യയെ പ്രശ്നത്തിലാക്കിയാൽ ഇപ്പോൾ നടന്നതിനും അപ്പുറമായി തിരിച്ചടി ഞങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ സ്വതന്ത്രരായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഒരു തരത്തിലും അത് നാലായി പിളരും. ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് ഇന്ത്യ കഠിനമായി തീരുമാനിച്ചാൽ, കർശനമായി എടുത്താൽ പാകിസ്ഥാൻ പിളരും. അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ സന്ദേശം അയച്ചു, വെള്ളം തരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, വെള്ളം തരാം, പക്ഷേ ആ പക്ഷേയിലാണ് പാകിസ്ഥാൻ 8ന്റെ പണിയിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം തരുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് ചിലരെ നിങ്ങൾ കൈമാറണം, ഞങ്ങൾ അവരെ ജയിലിൽ അടയ്ക്കുകയോ കൊല്ലുകയോ ചെയ്യും. അതിൽ നിങ്ങൾ ഒരു തരത്തിലുമുള്ള നിലപാടെടുക്കാനോ തീരുമാനമെടുക്കാനോ ഞങ്ങളോട് കോംപ്രമൈസിനോ വരരുത്. അടക്കമുള്ള 3 ഭീകരരെ ഇന്ത്യക്ക് കൈമാറണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അതായത് ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരും. നമ്മൾ പുതിയ സാധാരണ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. പുതിയ സാധാരണ അവസ്ഥ എന്നത് നമ്മളൊരു ആക്രമണ തന്ത്രം പിന്തുടരുക എന്നതാണ്. തീവ്രവാദികൾ എവിടെ ഇരുന്നാലും ആ തീവ്രവാദികളെ കൊല്ലുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ട്. ഈ സിന്ധു നദീജല നമ്മൾ വെള്ളം ഒഴുകാൻ അനുവദിച്ചപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരത ഒഴുക്കാൻ അനുവദിച്ചു. ഇനി വെള്ളവും ഭീകരതയും ഒരുമിച്ചൊഴുകില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭീകരരായ 3 പേരെയാണ് കൈമാറണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഹാഫിസ് സയ്യിദ്, സാജിർ മിർ, സാക്കിയൂർ റഹ്മാൻ ലഖ്വി എന്നിവരെ ഇസ്ലാമാബാദ്, അവിടെയാണ് അവന്മാരെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവിടെ എന്ന് ഇന്ത്യക്ക് കൈമാറണം എന്നതാണ് ഇപ്പോ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന. അതായത് ഈ ആഗോള ഭീകരരായൊക്കെ ലഷ്കർ നേതാക്കളാണ്. ആഗോള ഭീകരന്മാരായൊക്കെ UN ഒക്കെ പ്രഖ്യാപിച്ച ഭീകരന്മാരാണ്. അമേരിക്ക തലയ്ക്ക് വിലയിട്ടവന്മാരും. ഇവർ പറയുന്നത് ഞങ്ങളുടെ ജയിലിലാണ് ഇവരെന്ന്. ജയില് കണ്ടാൽ ഒരു കൊട്ടാര സദൃശ്യമായ വീടെന്നാണ് പറയുന്നത്. അവിടെയാണ് ഇവർ സുരക്ഷിതമായി ഒളിത്താവളത്തിൽ കഴിഞ്ഞിരിക്കും. ഇപ്പോ ഒസാമ ബിൻ ലാദന് വരെ അഭയം കൊടുത്ത, അബാട്ടാബാദിൽ അഭയം കൊടുത്ത ആളുകളാണ് ഈ പാകിസ്ഥാൻ. അവിടെ വന്നാണ് അമേരിക്ക ഒസാമ ബിൻ ലാദനെ തീർത്തിട്ട് അവസാനം പിന്നെയും യുവന്മാര് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കല്ലുകെട്ടി താഴ്ത്തത്, ശവസംസ്കാരം ഒരുക്കിയത് അവിടെയാണ്. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ശവം വരെ തോണ്ടിയെടുത്തോണ്ട് വന്ന് യുവന്മാര് വെച്ച് കളിക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു തരത്തിലും പാകിസ്ഥാന് വിശ്വാസമില്ല. പിന്നെ ഇങ്ങനെ ഇവന്മാരുടെ ആയുധങ്ങൾ വിൽക്കണമല്ലോ. ശത്രു രാജ്യത്തിലേക്ക് ആയുധങ്ങൾ വിറ്റാലല്ലേ ജീവിക്കാൻ കഴിയും, സാമ്പത്തിക വളർച്ച ഉണ്ടാവും.
ചൈനയും പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒക്കെ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ പാകിസ്ഥാൻ എന്താണെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 ഭീകരരെയും, അതായത് ഇവർ ഈ ലോക ഐക്യരാഷ്ട്ര സഭ തന്നെ ആഗോള ഭീകരരായി പ്രഖ്യാപിച്ച ഇവരെ ഇസ്ലാമാബാദിലുള്ള, പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഇന്ത്യ, നിങ്ങളുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കഴിയുന്ന ഇവരെ ഇന്ത്യക്ക് ഈ നിമിഷം നിങ്ങൾ കൈമാറിയാൽ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയോ ഞങ്ങൾ പിൻവലിക്കും, ഈ നിമിഷം തൊട്ട് നിങ്ങൾക്ക് വെള്ളം. ഈ വിദ്വാൻമാരാണ് മുംബൈ ഭീകരാക്രമണമൊക്കെ സംഘടിപ്പിച്ചത്. ഇപ്പൊ സൂത്രധാരം ഒരുത്ത ഇവിടെ കിടപ്പുണ്ടല്ലോ, റാണ വലിയ ദുരന്തത്തിലാണ് ജീവിതം എന്നൊക്കെ പറയുന്നത്. തീഹാർ ജയിലാണ്, നമുക്കറിയാം ജയിലിലെ ഉള്ളിലെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത്. ഇപ്പൊ വീട്ടുകാരെ കാണണമെന്നും പറഞ്ഞു കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി കേരളത്തിൽ കണ്ടത് ആരൊക്കെയാണ്, ഇന്ത്യയിൽ കണ്ടത് ആരൊക്കെയാണ്, പാകിസ്ഥാന് വേണ്ടി മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാൻ എന്തൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ആദ്യം പറ, എന്നിട്ട് നമുക്ക് പിന്നീട് ബാക്കി തീരുമാനിക്കാം എന്ന് ഇന്ത്യ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യ ഇപ്പൊ മോദിയുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, നേരത്തെ അജിത് ഡോവലിന്റെ ബുദ്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് എന്താണ് എന്ന് പറയാൻ കഴിയില്ല. ഈ പ്രായത്തിലും വല്ലാത്തൊരു ബുദ്ധിയാണ് ആ മനുഷ്യന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മോദി വിരുദ്ധർ പോലും ചിലപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ശരിയാണ്, ഇങ്ങനെ ഒരു തരൂരിനെയാണോ ഉദ്ദേശിച്ചത്? ശശി തരൂരിനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ മോദിയെ അതെ വിരുദ്ധരെന്ന് പറഞ്ഞാൽ, കാരണം ചിലർക്ക് അങ്ങനെ പൊഴുത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മൾ ആദ്യം അടിച്ചത് ഇവന്മാരുടെ നട്ടലിനിട്ടാണ്, വെള്ളം കൊടുക്കില്ല. ഈ വെള്ളം കൊടുക്കില്ല അത് ഒരു ചരിത്രം കൂടിയുണ്ട്. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുൻകാലങ്ങളിൽ നടന്നപ്പോഴൊന്നും ഈ വെള്ളം തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും ഇന്ത്യ നിന്നിട്ടില്ല. കാര്യം അവിടുത്തെ ജനങ്ങളെ കരുതിയാണ് അങ്ങനെ ഒരു ഔദാര്യം ചെയ്തത്. കൃത്യമായി ഇന്ത്യ ഒരു ജലനയതന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചത്. അതെ, കാര്യം ഇതിന്റെ ഒരു സമ്മർദ്ദത്തിലാക്കുക, പാകിസ്ഥാനെ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലാക്കുക, ഒരു വലിയൊരു യുദ്ധം പോലെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇന്ത്യ ആദ്യം ശ്രമിച്ചത്. പക്ഷെ പാകിസ്ഥാൻ അത് കാര്യം മനസ്സിലായില്ല. അവരുടെ നമ്മൾ ഇന്ത്യ ആവശ്യപ്പെട്ടതുപോലെ ഈ ഭീകരവാദികളെ കൈമാറുകയോ അല്ലെങ്കിൽ ഈ പഹൽഗാമിന് ഉത്തരവാദികളായവരെ ആരെന്ന് ഉള്ള വിവരം കൈമാറുകയോ ചെയ്തില്ല. അതിന്റെ ഫലമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലും നടന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കരുതിയത് ലോകരാജ്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ, ഈ നയതന്ത്ര പ്രഹരമൊക്കെ വരുമ്പോൾ രാജ്യങ്ങൾ ഇടപെടും, വെള്ളം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സഹതാപ തരംഗം പാകിസ്ഥാന് മേലുണ്ടാകും രാജ്യങ്ങൾക്ക്. അവിടുത്തെ ജനങ്ങളെ വച്ചൊക്കെ കളിക്കുക. ഇപ്പൊ ഈ ഇടയ്ക്കൊരു വീഡിയോ, ഒരാഴ്ച മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോ, ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞിനെയും വെച്ച് ഒരു അച്ഛൻ പാകിസ്ഥാനിലിരുന്ന് കരയുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇപ്പൊ ഇന്ത്യയുടെ ആക്രമണത്തിൽ എൻ്റെ കുഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നു. ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ കൊച്ചു കാല് പൊക്കി കൈ കൊണ്ട് ചൊറിയുന്നു കാലില്. എന്ത് ഊളകളാണ് ഇവന്മാരുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ കണ്ട ഒരു വീഡിയോ, അത് നമ്മളെ ഭയങ്കരമായി, അത് കാണുന്ന ഏതൊരു ഇന്ത്യക്കാരനും വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കും. ഇവന്മാർ ഈ പട്ടികളെ ഈ ട്രെയിൻ ചെയ്തിട്ട് കുറെ പതാക വയ്ക്കും. എന്നിട്ട് ഈ പതാക വയ്ക്കുന്നതിൽ ഈ പട്ടികൾ വന്ന് ഇന്ത്യൻ പതാകയിൽ മൂത്രമൊഴിക്കും. പട്ടികളെ ട്രെയിൻ ചെയ്യും. അപ്പൊ ഞാനത് ആദ്യം കരുതി ഇനി ആണെങ്കിൽ AI ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ അല്ല, അത് ആളുകൾ തന്നെയാണ് എല്ലാ പതാകയും വെച്ചിട്ട് ഈ പട്ടിയെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പതാക കാണുമ്പോൾ മൂത്രമൊഴിക്കണം. അതായത് നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ദിലീപിന്റെ, ഒരു റിംഗ് മാസ്റ്റർ. അത് നായകൾക്കൊരു സ്വഭാവമുണ്ട്, മറ്റേതെങ്കിലും പട്ടിയെ കൊണ്ട് മൂത്രം ഉണ്ടായാൽ അതും സ്മെല്ല് മണത്തുവന്ന് അവിടെ തന്നെ മൂത്രം ഒഴിക്കും. അത്രേ ഉള്ളൂ, അതല്ലാണ്ട് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇവന്മാരെയൊക്കെ ട്രെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടല്ല, ഭീകരരെ മാത്രം വളർത്താനല്ലേ ഇവന്മാർക്ക് അറിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം 3 കൊടും ഭീകരരെ ഇങ്ങോട്ട് തന്നാൽ വെള്ളം തരാം, ഇല്ലെങ്കിൽ തൽക്കാലം വെള്ളം കൂടി മുട്ടി അവിടെ ഇരുന്നോ, വെള്ളം കുടിക്കാതെ ചത്താൽ മതി.